പെണ്ണോണ്ടല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പെണ്ണോണ്ടായിരുന്നു. മൈൻഡ് ഗെയിമാണ്. പരീക്ഷ കളി പോലെ തന്നെ ഒരു മൈൻഡ് ഗെയിമാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അപ്പുറത്ത് ബാറ്റ് ചെയ്യുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ബോൾ ചെയ്യുമ്പോൾ ഒരു ബോളർ എപ്പോഴും എന്താ വിചാരിക്കുക, എന്റെ ബോൾ സിക്സർ അടിക്കുന്ന ഈ ബോളിന് അയാൾ ഔട്ട് ആവും എന്നാ വിചാരിക്കുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസാ. അപ്പൊ അങ്ങനെ വേണം പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതുന്നത് നമ്മൾ മനസ്സുകൊണ്ടാണ്. ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം. തിരക്കാണ്, എനിക്ക് ബുക്ക് വായിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നല്ല ഫിൽഡ് ആയിട്ടുള്ള സ്റ്റൊമക്ക് വെച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. അതൊക്കെ ജനറൽ ആയിട്ടുള്ള ടിപ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. എല്ലാ കാര്യങ്ങളും എഴുതുന്ന പെന്ന്, അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ മറക്കരുത്. കാരണം ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്ന അവസാനത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെപ്രാളം അടിക്കേണ്ടി വരും. അത് നിങ്ങളെ മൊത്തം എക്സാമിനെ ബാധിക്കും. അത് ഏത് വെച്ചാൽ അത് പോകുമ്പോൾ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ മൈക്ക് ഓഫ് ആയി പോയി. നോർമലി ആൾക്കാർ അപ്സെറ്റ് ആയി പോകും. ചില ആൾക്കാർ അത് ഒന്നും പറയില്ല, അവർ കൂളായിട്ടിരിക്കും, മൈക്ക് ഓൺ ആക്കാൻ പറയും, പിന്നെയും ആരെങ്കിലൊക്കെ വന്ന് റിപ്പയർ ചെയ്ത് മൈക്ക് ഓൺ ആക്കും, അവർ അതേപോലെ തന്നെ പാടും. പക്ഷെ ചില ആൾ ടെൻഷനായി പോകും. ഈ ടെൻഷനായി പോയി അയാൾക്ക് പിന്നെ പാടാൻ കഴിയില്ല. മൈക്ക് ഓൺ ആവും, പക്ഷെ അയാൾക്ക് പാടാൻ പറ്റില്ല. അതുപോലെ സോ യു ഹാവ് ടു ബി റിലാക്സ്ഡ്. വളരെ റിലാക്സ് ചെയ്ത് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഉപദേശം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ വായന അറ്റ്ലീസ്റ്റ് കുറച്ച് മുന്നെങ്കിൽ നിർത്തണം. അവസാനം വരെ വായിക്കരുത്. കാരണം ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്, മറ്റേ ആൾ ഔട്ടായി, ഇയാൾ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണോ അയാൾ പ്രാക്ടീസ് ചെയ്യുക, നീ 2 ബോൾ ഇട്ട് ഞാൻ ഇപ്പൊ തട്ടി നോക്കട്ടെ എന്നാണോ പറയുക? അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരാൾ ഔട്ടായിട്ട് അടുത്ത ആൾ ഇറങ്ങുമ്പോൾ അയാൾ വളരെ, നിങ്ങൾ പല ബാറ്റ്സ്മാൻമാരും ഇറങ്ങുമ്പോൾ അവരെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം അയാൾ എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ഉസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ ഓട്ടക്കാരൻ, ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആളാണ്. അയാളുടെ ലണ്ടൻ ഒളിമ്പിക്സിലെയും മറ്റൊക്കെ ഈ റേസിന്റെ മുന്നായിട്ടുള്ള പല വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ, നിങ്ങൾക്ക് ആരെയും പോയി കാണാം. അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 ആളുകളാണ് ഓടുന്നത്, 8 ആളുകളാണ് ഓടുന്നത്. അതിലെല്ലാവരും 10 സെക്കൻഡ് താഴെ ഓടിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിലാണ് ഉസൈൻ ബോൾട്ട് മത്സരിക്കുന്നത്. അപ്പൊ അയാളുടെ ഒരു ടെൻഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ആലോചിക്കാം. അങ്ങനെയുള്ള ആള് അയാളുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞാനാണ് വിന്നർ. അത് തന്നെയാ പരീക്ഷാ ഹാളിലേക്ക് കയറി വരുമ്പോൾ. ചില കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് കയറി വരുമ്പോൾ നമുക്കറിയാം ഇത് നോക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ജയിക്കാൻ വേണ്ടി കയറുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യണം. റിലാക്സ് ചെയ്തിട്ട് കയറണം. മെയിൻറ്റെയിൻ എ കമ്പോഷൻ. ടെൻഷൻ അടിച്ചിട്ട് ഈ കൊല്ലാൻ കൊണ്ടുവന്ന മറ്റേ ആടിന്റെ മാതിരി ആയി പോരുത് നിങ്ങളുടെ എൻട്രി എന്നാണ്